ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പെട്ടെന്ന് തന്നെ. കാരണം ഒരാഴ്ചയായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളിയായ ജോണിൻ്റെ മകൾ കാണിക്കുന്ന കോപ്രായങ്ങൾ. ഞാൻ ദിവസവും ആ വീഡിയോ കാണുന്നുണ്ട്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളെല്ലാം വായിക്കുന്നുണ്ട്. ഒറ്റ കമൻറ്റ് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാര്യം ആ പെൺകുട്ടി വീഡിയോ ചെയ്യുന്ന മൊത്തം അവളുടെ അച്ഛനെ എങ്ങനെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതല്ല. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം, വി.ഡി. സതീശൻ രാജിവെക്കണം. ഇതാണ് ആവശ്യം. അല്ലാതെ സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ട് ഇതുവരെയും തിരിച്ചു കിട്ടിയില്ല, അതിന് വേണ്ട സഹായങ്ങൾ ചെയ്ത് എങ്ങനെയോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. വിഷമമുണ്ട്, നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. രാഷ്ട്രീയം കളിക്കുകയാണ്, വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. ആ പെൺകുട്ടി രാഷ്ട്രീയം കളിക്കുന്നു, അതോടൊപ്പം അവിടെ ആങ്ങളെയും. അവർ രണ്ടുപേരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണെന്ന് പറയുന്നത്. അവർ തന്നെ പറയുന്നുണ്ട് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള കുട്ടികളാണെന്ന്. അപ്പം ഗവൺമെൻറ്, നമ്മുടെ സർക്കാർ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി കടലിൽ ആരും ഇറങ്ങരുതെന്ന് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ എല്ലാവർക്കും കൊടുത്തിട്ടും ഈ മക്കൾക്കറിയില്ലേ അച്ഛനോട് പറയാനായിട്ട്, അച്ഛാ കടലിൽ പോകാൻ പാടില്ല, ഡേഞ്ചറായ സമയങ്ങളാണ്, അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല? വെള്ളക്കണ്ട അവരല്ലായിരുന്നോ? അപ്പോൾ അച്ഛനെ കടലിലോട്ട് തള്ളിവിട്ടതാണോ അല്ല എവിടെയും ഒളിപ്പിച്ച് വെച്ചിട്ടിരിക്കുവാണോ എന്ന് നമുക്കറിയുന്നില്ല. ഈ നാടകം കളിക്കുന്നതിന് വേണ്ടി ഇത്രയും ബോധമുള്ള എത്രയോ എല്ലാ വർഷവും കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഓർമ്മയുള്ളപ്പം മുതൽ ഈ സമയത്ത് കടൽ പ്രക്ഷോഭം ഉണ്ടാകുന്നുണ്ട്, കടലിൽ മത്സ്യത്തൊഴിലാളികൾ പോകുന്നുണ്ടെന്ന് കാണാതാവുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഇയറിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും നാളും ഭരിച്ച ഗവൺമെൻറ്റുകളും മാറി വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇവരൊക്കെ എന്താണ് അതിനെതിരെ ചെയ്തത്? അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ആരാണ് സ്വീകരിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? 2 മാസമായ കോൺഗ്രസ് ഗവൺമെൻറ്, വി.ഡി. സതീശൻ സാറിൻ്റെ ഗവൺമെൻറ് 2 മാസം കൊണ്ട് വന്നവർ ഇപ്പം വി.ഡി. സതീശൻ സാർ കടലിൽ പോയി അവരുടെ അപ്പനെ തെരഞ്ഞു പിടിക്കണമെന്ന്. അദ്ദേഹം നല്ല നീന്തൽ വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പോകണമെന്നാണ് ഈ പെൺകുട്ടിയുടെ ആവശ്യം. ഈ പെൺകുട്ടി അതിൻ്റെ സർക്കാർ സംവിധാനങ്ങൾ, അവരുടെ കയ്യിലുള്ള ഇത്രയും നാളും ഭരിച്ചവർ ചെയ്തു വെച്ചിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ എന്തെല്ലാമുണ്ട്, സുരക്ഷാ സംവിധാനങ്ങൾ എന്തെല്ലാമുണ്ട്, അത് ഉപയോഗിച്ച് അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ കേരള മുഖ്യമന്ത്രി കടലിൽ പോയി നീന്തിപ്പോയി ഊഴാങ്കുഴി ഇട്ടുകൊണ്ട് നിൻ്റെ അച്ഛൻ എവിടെ പോയെന്ന് വെച്ചാൽ അവിടുന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുവരാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അദ്ദേഹം അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു. അതിനുള്ള പ്രത്യേക അതോറിറ്റി ഉണ്ട്, അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്ന നിങ്ങൾക്കൊക്കെ ഇത്രയും പ്രായമായി, ആങ്ങളൊക്കെ പെങ്ങൾക്കും ഇത്രയും പ്രായമായി. അപ്പം വർഷങ്ങളും ഈ സമയത്ത് വളരെ കാലാവസ്ഥ അനുയോജ്യമായ കാലാവസ്ഥ അല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ നിരോധന ആജ്ഞ ലംഘിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ പോയത്? നിങ്ങളുടെ അപ്പനെ പറഞ്ഞു വിട്ടത്, അത് തെറ്റ് നിങ്ങളുടെ അല്ലേ? ഇപ്പം നിങ്ങളുടെ അപ്പനെ ഒരാളിനെ മാത്രം പോയി കടലിൽ പോയി തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതല്ല ഗവൺമെൻറ്റിൻ്റെ ജോലി. എല്ലാവരെയും ജീവൻ നിലനിർത്തണം, എല്ലാവരെയും രക്ഷിക്കണം, എല്ലാ കാര്യങ്ങളും നടത്തണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആജ്ഞ ലംഘിച്ചു പോയി നിയമലംഘനം നടത്തി നിങ്ങളുടെ അച്ഛൻ നഷ്ടപ്പെട്ടതിന് ഇപ്പം ഗവൺമെൻറ് എന്ത് പിഴച്ചു? തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പണം വല്ല ആർത്തി നിങ്ങളുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ ഈ രീതി അല്ലാതെ വേറെ സോഴ്സ് നോക്കണമായിരുന്നത്. നിങ്ങൾക്ക് അത്ര ഗവൺമെൻറ്റിനെ താറടിച്ച് കാണിക്കാനുള്ള താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ വീഡിയോസ് മൊത്തം നിങ്ങൾ ഈ ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് അദ്ദേഹം നഷ്ടപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്, വരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം കിട്ടിയ അവസരം നിങ്ങൾ ആങ്ങളെയും പെങ്ങളും മുതലെടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മൊത്തം അവരുടെ ഇത് മൊത്തം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല. മത്സ്യത്തൊഴിലാളികളുടെ എല്ലാവരുടെ സുരക്ഷ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഗവൺമെൻറ് പറയുന്ന നിയമ സംഹിതകൾ അവരെല്ലാം പാലിക്കുന്നുണ്ട്, എല്ലാ വർഷവും പോകുന്നുണ്ട്. ഓരോ വർഷം നടക്കുന്നുണ്ട്, അപകടങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ തരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ, ഇനിയും പുതിയ മാർഗ്ഗങ്ങൾ വളരെയധികം ചെയ്യാനുള്ള നടപടികൾ ഗവൺമെൻറ് ചെയ്യാനുണ്ട്. അത് ഇത്രയും കാലം ഭരിച്ചവരാരും അത് ചെയ്തിട്ടില്ല. ഈ ഗവൺമെൻറ് ചെയ്യണം, ഇനി മുൻപോട്ട് അവർ ചെയ്യാൻ ശ്രമിക്കണം എന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്.
നിങ്ങൾ രണ്ടുപേരും ഈ കിട്ടിയ അവസരം മുതലെടുത്ത് നിങ്ങൾ സ്റ്റാറാകാൻ നോക്കുന്നതല്ലാതെ നിങ്ങളുടെ അപ്പനെ തിരികെ കെട്ടണമെന്നുള്ള യാതൊരു താല്പര്യവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. നിങ്ങളുടെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാകും. നിങ്ങളുടെ നാക്കാണ് വളരെ തെറ്റിയത്. ജനങ്ങളെ മൊത്തം നിങ്ങൾക്കെതിരാക്കാനുള്ള കാരണം നിങ്ങളുടെ നാക്കാണ്. നിങ്ങൾ രാഷ്ട്രീയം കളിച്ച് നിങ്ങളുടെ നാക്ക് തെറ്റായിരുന്നു. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒറ്റ ഒരാൾ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണോ? തെറ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടല്ലേ? നിങ്ങൾ പറയുന്ന പബ്ലിക് ജനങ്ങൾ മുഴുവനും വിവരമില്ലാത്തവരാണ്. അപ്പം വിവരമില്ലാത്തവരാരാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ. വിവരമില്ലായ്മയല്ല ഈ സംസാരിച്ചത്. കേരളത്തിലെ ജനങ്ങൾ മലയാളികൾ ആരും വിവരമില്ലാത്തവരാണോ? എല്ലാവരും വിവരമില്ലാത്തവരായതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ കമൻറ്റ് ബോക്സിനകത്ത് ഇത്രയും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കമൻറ്റുകൾ വന്നതും. നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരും സംസാരിക്കുന്നില്ല. കാര്യം നിങ്ങളുടെ രണ്ടുപേരുടെ നാക്ക് ശരിയല്ല. കിട്ടിയ അവസരം മുതലെടുത്ത് നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നു. തെറ്റ്. ഏതെല്ലാം സംവിധാനങ്ങളുണ്ട് ആ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് പറ്റുന്ന രീതിയിൽ തിരഞ്ഞുപിടിക്കുവാൻ നോക്കുന്നതിന് പകരം നിങ്ങൾ ഈ ഒരു സമയം ആരുടെയോ ഫോഴ്സ് പ്രകാരം നിങ്ങൾ ആളാകാൻ നോക്കുന്നു, നേതാവാക്കാൻ നോക്കുന്നു. തെറ്റായതാണ്. ഒരു ഗവൺമെൻറ്റും ഒരു ജനങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. 2 മാസം 3 മാസമായ ഒരു ഗവൺമെൻറ് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരൊന്നും കാലം ഉറച്ചില്ല. ഇപ്പം നിൻ്റെ ആവശ്യം വി ഡി സതീശൻ മാപ്പ് പറയണം, വി ഡി സതീശൻ രാജിവെക്കണം. മോളെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. LDF പാർട്ടിയെ കേരളത്തിൽ നിന്ന് തൂത്തെറിഞ്ഞിട്ട് ആ സ്ഥാനത്ത് നല്ലൊരു ഗവൺമെൻറ്റിനെ ജനങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അത് ജനങ്ങളുടെ ഇഷ്ടമാണ്. ഗവൺമെൻറ് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിസഭയുമാണുള്ളത്. അവരാരെ നീ പറഞ്ഞാൽ രാജിവെക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരാളുടെ കാര്യമില്ല. നിൻ്റെ ഒരാളുടെ കാര്യം കൊണ്ടൊന്നും രാജിവെക്കേണ്ട കാര്യമില്ല. എത്രയോ ഇപ്പം വെള്ളപ്പൊക്കം വന്ന് എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്രയും ആളുകൾ മരിച്ചവരാരെങ്കിലും രാജിവെച്ചിരുന്നോ? എന്നു വേണ്ടി ആളുകൾ മരിച്ചു. എത്രയോ ആളുകളെ കാണാതായി. ഒന്നുമില്ലല്ലോ. അപ്പം രാജിവെക്കാനുള്ള നിൻ്റെ ആഗ്രഹം അല്ല മാപ്പ് പറയാനുള്ള നിൻ്റെ ആഗ്രഹം ഒരിക്കലും സാധിക്കത്തില്ല. പറ്റുന്ന രീതിയിലൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ നിൻ്റെ അതിമോഹം ഒന്നും നടക്കത്തില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. കാര്യം നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തികളും കേരളത്തിലില്ല, കുറേ അന്തംകമ്മികളല്ലാതെ. ഞാൻ കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ അപ്പം മരിച്ചതിന് വളരെ നിങ്ങളുടെ നഷ്ടപ്പെട്ടതിന് ദുഃഖമുണ്ട്. പക്ഷേ നിങ്ങളുടെ നാക്ക്, രണ്ടുപേരുടെ നാക്ക് ശരിയല്ല. കിട്ടിയ അവസരം നിങ്ങൾ മുതലാക്കാൻ നോക്കുന്നു. വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് രാജിവെക്കണം, മാപ്പ് പറയണോ? നീ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്.